നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ കടായി ചിക്കനാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ചിക്കൻ എടുത്ത് മുറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായി മാരിനേഷൻ ചെയ്ത് വയ്ക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ സവോളയും തക്കാളിയും ക്യാപ്സിക്കം ക്യൂബുകളായി അരിഞ്ഞു വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ക്യാപ്സിക്കവും ഇട്ട് വഴറ്റി നമുക്ക് കോരി വയ്ക്കാം. ഇനി നമുക്ക് കോരി വെച്ചിരിക്കുന്ന എണ്ണയിൽ തന്നെ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കടായി മസാല തയ്യാറാക്കാനായി 2 വലിയ സവോള ചെറുതായി അരിഞ്ഞതും 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴണ്ടി വരാനായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള ചെറുതായി വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് വിട്ട് വഴറ്റാം. ഇനി അത്യാവശ്യം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ജീരക പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടായി മസാല തയ്യാറാക്കാനായി 2 ടീസ്പൂൺ വോൾ മല്ലിയും 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും 4 വറ്റൽമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ കടായി മസാലയ്ക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടായി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുക്കിംഗ് ക്രീമാണ്. ഒരു 1/2 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും സവോളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തതിന് ശേഷം അരിഞ്ഞ് കുറച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ കടായി ചിക്കൻ റെഡിയായിട്ടുണ്ട്. അതീവ രുചികരമായ ഈ വിഭവം നിങ്ങളും തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോ വരുന്നവരെ നമസ്കാരം.